നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അയാളുടെ അച്ഛൻ മൂകാംബിക ദേവിയുടെ തികഞ്ഞ ഭക്തനായിരുന്നു. കറകളഞ്ഞ ആ ഭക്തിയുടെ ശക്തിയും ചൈതന്യവും ഗഗന്റെ മനസ്സിലും അടയാളപ്പെട്ട് കിടപ്പുണ്ട്. ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൽ നിന്നും അയാളെ വിലക്കാൻ ദേവി ചില സൂചനകൾ നൽകുന്നതും അതുകൊണ്ടാണ്. ആ കുഞ്ഞിനെയും കൊണ്ട് ഗഗൻ ക്ഷേത്രത്തിൽ നിന്ന് കടന്നുകളയാൻ നോക്കിയിരുന്നു. അതിനനുവദിക്കാതെ അയാളെ ദേവി ക്ഷേത്രത്തിൽ തന്നെ തടഞ്ഞു നിർത്തിയതും അതുകൊണ്ടാണ്. ദുഷ്ടശക്തികൾ കുഞ്ഞിനെ ഇനിയും അപായപ്പെടുത്താൻ ശ്രമിക്കില്ലേ എന്ന് ചോദിച്ചാൽ അവരിനിയും അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അത്ര പെട്ടെന്നൊന്നും അവർക്കതിന് കഴിഞ്ഞൂന്ന് വരില്ല. കാരണം ദേവൂട്ടിയെ പോലെ തന്നെ അമ്മ മൂകാംബിക ആ കുഞ്ഞിനെയും തന്റെ കരവലയത്തിൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ദേവൂട്ടിയെ പോലെ തന്നെ ആ കുഞ്ഞിനും ഇതൊരു പരീക്ഷണ ഘട്ടമാണ്. അചഞ്ചലമായ ഭക്തി കൊണ്ട് അവൾ അതിനെ മറികടക്കുമെന്നറിയണം. ഗഗൻ ഇപ്പോഴും ക്ഷേത്രത്തിലാണോന്ന് ചോദിച്ചാൽ അങ്ങനെ വരാൻ വഴിയില്ല. ക്ഷേത്രം അടയ്ക്കുമ്പോ അവിടുത്തെ കാവൽക്കാർ അയാളെ ബലമായി പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടാവും. എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും എന്നൊക്കെ ചോദിച്ചാൽ എത്തിച്ചേരേണ്ടടുത്ത് അയാൾക്ക് എത്തിച്ചേർന്നല്ലേ പറ്റൂ.